ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയോട് ഞാൻ പറയുന്നുണ്ട്, നീ അശ്വിനെ അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന് ഞാൻ സമ്മതിക്കോ എന്നിങ്ങനെ ചോദിക്കുന്ന നേരത്ത് ശ്രുതി മതി നിർത്ത്, നിങ്ങൾ നിങ്ങളുടെ വിവാഹ ജീവിതത്തെ നോക്കിക്കാണും പോലെ ഈ ശ്രുതികുമാരി ലക്ഷ്മിയുടെ ജീവിതത്തെ നോക്കിക്കാണരുത്. നിങ്ങൾ എന്ത് കരുതി നിങ്ങളോടുള്ള ഇഷ്ടം കാരണമാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഈ വണ്ടിയിൽ വന്നതെന്നോ? ആ ധാരണ വെറുതെയാണ്. നിങ്ങളുടെ ഭാര്യയെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഈ വണ്ടിയിൽ കയറിയിരുന്നത്, അല്ലാതെ നിങ്ങളോടുള്ള പ്രേമം കൊണ്ടൊന്നല്ല. ഇനി ഇതിന്റെ പേരിൽ എൻ്റെ പിന്നാലെ എങ്ങാനും നടന്നാലുണ്ടല്ലോ, പോയിക്കോ എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവാൻ കേട്ടോ ശ്രുതി. എന്നിട്ട് ഒരു ഓട്ടോ പിടിച്ച് പോകുന്നുണ്ട്. ശ്യാമാണെങ്കിൽ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. തുടർന്ന് നമ്മുടെ മനോരമ പ്രീതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എവിടെയാ ശ്രുതി പോയിട്ടുള്ളതെന്ന് അറിയില്ല അല്ലേ? ഇല്ല ആൻറ്റി, അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നീ ഈ പറയുന്ന നുണ ഞാൻ വിശ്വസിക്കണല്ലേ? ചേച്ചിയും അനിയത്തിയും കൂടി ഒന്നും അറിയാത്തതുപോലെ പൊട്ടം കളിക്കുക. സത്യം പറയടി, അവൾ എങ്ങോട്ടാ പോയത്? അത് പറയാതെ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ, ആൻറ്റി അതെനിക്കറിയാമെങ്കിൽ ആൻറ്റിയോട് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ രണ്ടും പഠിച്ച കള്ളികളാ. മറ്റുള്ളവരൊക്കെ നിങ്ങളുടെ വലയിൽ വീഴുമായിരിക്കും, പക്ഷേ ഈ മനോരമയുണ്ടല്ലോ, ഇതിന് വേറെ ജനിക്കണം എന്നൊക്കെ ഇങ്ങനെ വീമ്പിളക്കുന്നുണ്ടേ. അവളിങ്ങ് വരട്ടെ, ഞാൻ തന്നെ ചോദിച്ച് മനസ്സിലാക്കിക്കോളാം എന്താ നിങ്ങളുടെ രണ്ടുപേരുടെയും ഉള്ളിലിരിപ്പ് എന്ന കാര്യം എന്നും പറഞ്ഞുകൊണ്ട് മനോരമ അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് നമ്മുടെ അശ്വിനാണെങ്കിൽ ശ്രുതിയെ കാണാനായിട്ട് ടെൻഷൻ അടിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് രാമേട്ടൻ അങ്ങ് വരികയാണേ. എന്താ കുഞ്ഞെ വിളിപ്പിച്ചത്? അത് രാമേട്ടാ. ശ്രുതി എവിടെ? ശ്രുതി കുഞ്ഞ് രാവിലെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയല്ലോ. പുറത്തേക്കോ? ഇവിടേക്കാന്ന് വല്ലവും പറഞ്ഞോ? അതൊന്നും ഞാൻ ചോദിച്ചില്ല കുഞ്ഞെ, ധൃതിയിലായിരുന്നു പോയിരുന്നത്. അങ്ങനെ രാമേട്ടൻ പോവാണ്. അതിനു പിന്നാലെ മുത്തശ്ശിയും മനോരമയും അഞ്ജലിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അശ്വിനോട് മുത്തശ്ശിയായിട്ട് ചോദിക്കുന്നുണ്ട്, നീ എവിടേക്കാ ശ്രുതിയെ പറഞ്ഞു വിട്ടത്? ശ്രുതിയെ ഞാൻ പറഞ്ഞു വിട്ടെന്നോ? അങ്ങനെയാണല്ലോ അവൾ പറഞ്ഞത്. എനിക്ക് എപ്പോഴാടാ വീണ്ടു വിചാരം ഉണ്ടായത്? ഞാനോ? എനിക്കോ വീണ്ടു വിചാരോ? ഇവൾ എന്തൊക്കെയാ ഇവരോട് പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്? മനഃപൂർവ്വം എന്നെ കൊടുക്കാനുള്ള ശ്രമമാണ് എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ തന്നെയല്ലേ കുഞ്ഞാ അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്? ഓ അത് ശരി, അപ്പൊ അവള് വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അതാ ഞാൻ ചോദിച്ചത്, നിനക്ക് എപ്പോഴാ കുഞ്ഞാ വീണ്ടും വിചാരം ഉണ്ടായിരിക്കുന്നത് എന്ന്? അത് പിന്നെ ചേച്ചി എന്ന് പറയുമ്പോഴേക്കും മനോരമ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, അവരുടെ വീട്ടുകാരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാ ശ്രുതി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്നാണ് ഇവരോട് അവൾ പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞങ്ങൾ ഈ ചോദിക്കുന്നതെന്ന് മനോരമ പറയുമ്പോൾ, ഓ അപ്പൊ അത് ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യം ചേച്ചി. കാര്യങ്ങൾ ശ്രുതിയുടെ വീട്ടുകാരൊക്കെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, കാര്യങ്ങൾ അവർക്ക് മാത്രമല്ല ഞങ്ങൾക്കും കൂടി അറിയണം. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു ചാടി വിവാഹം കഴിച്ചതെന്ന് ശ്രുതിയെ മാത്രം പറഞ്ഞു വിട്ടതുകൊണ്ട് കാര്യമില്ലല്ലോ. നീ ചെയ്ത തെറ്റിന് നീയും കൂടി അവരുടെ വീട്ടിലേക്ക് പോയി അവരോട് ക്ഷമ ചോദിക്കണം എന്ന് പറയാൻ കേട്ടോ അഞ്ജലി. അല്ലാതെ ഭാര്യയെ മാത്രം കുറ്റക്കാരിയാക്കുകയും ചെയ്ത തെറ്റ് മാപ്പ് അപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് അത്ര ശരിയായ ഏർപ്പാടല്ല. ഇവള് പറയുന്നത് പോലെ നീ നേരിട്ട് ചെന്ന് അവരോട് ക്ഷമ പറയുകയും ശ്രുതിയെ പോയി കൂട്ടിയിട്ട് വരികയും ചെയ്യണം എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. ശരി മുത്തശ്ശി എന്ന് പറയുമ്പോൾ അവർ അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ മനോരമ അവിടെ തന്നെ നിന്ന് ദേഷ്യത്തിൽ ഇങ്ങനെ അശ്വിനെ നോക്കുമ്പോൾ അശ്വിൻ നേരെ നോക്കുന്നുണ്ട് കേട്ടോ മനോരമയെ. എൻ്റെ മൈ ഗോഡ്, ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടുന്ന് സ്കൂട്ടാവുന്നുണ്ട്. തുടർന്ന് ശ്രുതിയുടെ വീട്ടിലാണെങ്കിൽ അമ്മായി ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ ഷീറ്റ് വിരിച്ചിടാണേ. എൻ്റെ കൃഷ്ണ, ഇവിടെ 2 പേരുണ്ടായപ്പോൾ എന്തൊരു സുഖമായിരുന്നു. ഇപ്പം ഞാൻ ഒറ്റയ്ക്കായില്ലേ, എത്രയാ പണി കിടക്കുന്നത്. അല്ല എന്നായാലും അവർ പോകും, പക്ഷേ ഇത് 2 പേരും കൂടെ പോകുന്നു നമുക്കറിയില്ലല്ലോ. അപ്പോൾ ശ്രുതി വന്ന് വാതിലിന് തട്ടുന്നുണ്ട്. പ്രമീള എടുത്തി ആരാണെന്ന് നോക്കിയേ എന്ന് പറയുമ്പോൾ പ്രമീള വന്ന് വാതിൽ തുറക്കുമ്പോൾ ശ്രുതിയെ കാണാൻ കേട്ടോ. അപ്പോൾ അമ്മായി പറയുന്നുണ്ട്, സാരി വാങ്ങിക്കാൻ വന്നതാണെങ്കിൽ വർക്ക് തീർന്നിട്ടില്ല എന്നൊന്ന് പറയൂ. അപ്പോൾ പ്രമീള ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ട് അമ്മായി ആരാ പ്രമീളയെടുത്തി എന്ന് ചോദിച്ച് ചെല്ലുമ്പോൾ ശ്രുതിയെ കാണാണേ. നീയോ? നീ എന്താ ഇവിടെ? ഇവിടെ ആർക്കും നിന്നെ കാണണ്ട. നിങ്ങൾക്ക് എന്നെ കാണണ്ടായിരിക്കും, പക്ഷെ എനിക്ക് നിങ്ങളെ കാണണമല്ലോ. വേണ്ട, അത്രയ്ക്ക് സ്നേഹവും കടപ്പാടും ഉള്ളവളാണെങ്കിൽ ഞങ്ങളോട് ഈ ചതി നീ ചെയ്യില്ലായിരുന്നു. പുകഞ്ഞോ കൊള്ളി പുറത്ത്, പൊയ്ക്കോ അവിടുന്ന്. അമ്മായി പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എന്തുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നല്ലേ നിങ്ങൾക്കൊക്കെ അറിയേണ്ടത്? നിങ്ങൾക്കറിയേണ്ട എല്ലാ കാര്യങ്ങളുടെയും ഉത്തരം ഇന്ന് തന്നെ കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് ഉള്ളിലേക്ക് കയറി പോവാണേ. നിക്കടി അവിടെ, നീ എന്താ ഉത്തരം കൊണ്ടുവന്നതാണോ? അതെ, പക്ഷേ ഉത്തരം പറയാൻ പോകുന്നത് ഞാനല്ല, എൻ്റെ ഭർത്താവോ? എന്നിട്ട് അശ്വിൻ എവിടെ എന്ന് പ്രമീള ചോദിക്കുമ്പോൾ, വരും, ഉടനെ ഇങ്ങ് വരും. അതിനു മുൻപേ എനിക്ക് വല്ലാതെ വിശക്കുന്നു, എൻ്റെ അമ്മയെ കഴിക്കാനുള്ളത്, അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ അടുക്കളയ്ക്ക് പോകുമ്പോൾ, എടി അവിടെ നിൽക്കടി എന്ന് പറഞ്ഞു പിന്നാലെ നമ്മുടെ അമ്മായും പോകുന്നുണ്ട്. ഇവളെന്തോ മനസ്സ് കണ്ടിട്ട് തന്നെ രാധേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ വരട്ടെ,
അവനും കൂടി ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് അറിയാലോ എന്താ കാര്യമെന്ന്. ഇനിയും നമ്മളെ വിഡ്ഢിവേഷം കെട്ടിക്കാനാണ് ഭാവമെങ്കിൽ രണ്ടിനെയും ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറക്കി വിടും, പറഞ്ഞേക്കാം പ്രമീളയെടുത്തി എന്ന് പറഞ്ഞിട്ട് അമ്മായിയും അങ്ങ് പോവാട്ടോ. തുടർന്ന് നമ്മുടെ പ്രീതിക്ക് ഒരു ഫോൺ വരാണ് കേട്ടോ. പ്രീതി ഇങ്ങനെ കിച്ചണിൽ പണി എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എടുത്തു നോക്കുമ്പോ അത് ആകാശാണേ. ഹലോ പ്രീതി. പ്രീതി എന്നോ? എന്നെ പേരാണോ വിളിക്കുന്നത്? പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്? പ്രിയതമേ എന്നാണോ? ഏയ് പ്രീതി തന്നെ ധാരാളം. നീ എന്തെടുക്കുക? ഞാനേ ഒരാൾക്ക് ഇഷ്ടമുള്ള ഉള്ളിത്തീയൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഉള്ളിത്തീയൽ ഇഷ്ടമുള്ള ആള് അത് ഞാനല്ലേ? ആ, നിങ്ങളാണെങ്കിലും മറ്റാർക്കെങ്കിലും എന്റെ ഉള്ളിത്തീയൽ ഇഷ്ടപ്പെടുമോ എന്ന് നോക്കട്ടെ. അയ്യോ അതൊന്നും വേണ്ട വേണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ ശ്രീമതി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ ഞാൻ എത്തും എന്ന് പറയുകയാണേ. എന്നാൽ ഞാൻ കട്ട് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഉള്ളിത്തീയൽ അടിയിൽ പിടിക്കും എന്ന് പറയുമ്പോഴേക്കും ആകാശ് പറയുന്നുണ്ട് വെക്കല്ലേ ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞിട്ട് പ്രീതിയോടൊന്നും പറയാതെ മിണ്ടാതെ നിൽക്കാട്ടോ. അപ്പോഴേക്കും നമ്മുടെ മനോരമ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇതെന്താ കുക്കിങ്ങിന്റെ ഇടയിൽ ഫോണിങ്ങോ? അപ്പൊ ഇതൊക്കെ കേൾക്കുന്നുണ്ട് ആകാശ്. ഇവിടെ ആരും ഫോൺ ചെയ്തുകൊണ്ട് കുക്ക് ചെയ്യാറില്ല, പ്രത്യേകിച്ച് പെൺപിള്ളേർ. ആ ഫോൺ തട്ടിപ്പറിച്ചിങ്ങ് വാങ്ങാണ്. നീ ആരോടെ ഇങ്ങനെ വിളിച്ച് കിന്നരിക്കുന്നത്? നിന്റെ ഹസ്ബൻഡിനോടോ അതോ നിന്റെ ഹൗസ് മെമ്പേഴ്സിനോടോ? ആരായാലും ഇതൊന്നും ഞാനിവിടെ അനുവദിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട് ഈ അമ്മേനോട് എത്ര പറഞ്ഞാലും ഒരു പ്രയോജനമില്ല. എന്നിട്ട് മനോരമ ആ ഫോൺ ചെവിയിൽ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഹു ഈസ് ദ സ്പീക്കിംഗ്? ആരായാലും ഷീ ഈസ് കുക്കിംഗ് നൗ. ആരായാലും ഇപ്പോൾ സ്പീക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് കട്ട് ചെയ്യാണേ. അതിനുശേഷം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഭക്ഷണം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മായി അങ്ങോട്ടേക്ക് പോവാണേ. അമ്മായി ഇവിടെ ഇരിക്കുക. അമ്മായി എങ്ങോട്ടേക്ക് പോകുന്നത്? അശ്വിൻ സായിറാമിന്റെ വായിൽ നിന്ന് നിങ്ങൾക്കതപ്പോൾ കേൾക്കണ്ടേ? നോക്കിക്കോ, ഞാനേ 10 വരെ എണ്ണുമ്പോഴേക്കും അശ്വിൻ സായിറാം എൻ്റെ മുന്നിലുണ്ടാവും. അമ്മായി ഇരിക്കുക അമ്മായി. അപ്പോൾ തുടങ്ങാം. 10, 9 എന്ന് പറഞ്ഞിട്ട് എണ്ണാൻ തുടങ്ങുന്നുണ്ട്. 3, 2, 1 എന്ന് പറയുമ്പോഴേക്കും അവിടെ കോളിംഗ് ബെൽ അടിക്കുകയാണ് കേട്ടോ. ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് എല്ലാവർക്കും വിശ്വാസമായോ? ചെന്ന് നോക്കമ്മായി. അപ്പോൾ അമ്മായിയും പ്രമീളയും കൂടി ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് അശ്വിനെയാണ്. ഹായ് ആൻറ്റി, അമ്മയ്ക്ക് സുഖല്ലേ? എന്താ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? അത് മോനെ, ശ്രുതി പറഞ്ഞിരുന്നു മോൻ വരുമെന്ന്. അതാണ്. വെറുതെ വരുമെന്നല്ല, ഞങ്ങൾക്കറിയാനുള്ള കാര്യത്തിന്റെ ഉത്തരവുമായിട്ട് അശ്വിൻ സാർ വരുമെന്നാണ് അവൾ പറഞ്ഞത് എന്ന് അമ്മായി പറയാണ് കേട്ടോ. എന്താ അങ്ങനെ തന്നെയല്ലേ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അശ്വിൻ ഒരു ചമ്മിയ ചിരി തിരിച്ചിട്ട് അവിടെ തന്നെ നിൽക്കണേ. അപ്പോൾ ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ എന്നെ ഇവിടെ പുറത്ത് നിർത്തുകയാണോ? അയ്യോ മോനെ, അത് മറന്നുപോയി, ഞാൻ പോയി ചായ ഉണ്ടാക്കാം എന്ന് പറയുമ്പോഴേക്കും അത് വേണ്ട, അമ്മ ഇവിടെ നിൽക്ക്. ശ്രുതി പോയി ചായ ഉണ്ടാക്കും. ശ്രുതി, എൻ്റെ പാകത്തിന് അളവിന് ഒരു ചായ എന്ന് പറയുമ്പോൾ ശ്രുതി അങ്ങ് നോക്കുക കേട്ടോ. പോയി ചായ എടുക്കുക ശ്രുതി എന്ന് പ്രമീള ശ്രുതിയെ പറഞ്ഞു വിട്ടിട്ട്, എന്താ അശ്വിൻ മോനെ, എന്താ നിനക്ക് ഞങ്ങളോട് പറയാനുള്ളത്? അതമ്മേ, ഒരു മിനിറ്റ് ഞാനും കൂടി കിച്ചണിലോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ് അശ്വിൻ അങ്ങ് പോവാട്ടോ. ഇതാ ചായ, ഇത് കുടിച്ചിട്ടേ അമ്മയോടും അമ്മായിയോടും നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പോയി പറയണം. ഞാൻ അവരോടൊക്കെ സംസാരിക്കാനാ വന്നതെന്ന് നിന്നോടാരാ പറഞ്ഞേ? അത് ഞാൻ അവിടുന്ന് പോരുമ്പോൾ തന്നെ പറഞ്ഞതാണല്ലോ. വീട്ടുകാരോട് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കല്യാണം കഴിച്ചു എന്ന് പറയണം എന്ന കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വിൻ അങ്ങ് ചിരിക്കുക കേട്ടോ. യു മിസ്റ്റേക്കൺ ശ്രുതികുമാരി ലക്ഷ്മി, ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. ഞാൻ ഈ ചായ കുടിച്ചു കഴിഞ്ഞാലേ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു. പോകുമെന്നോ? എങ്ങോട്ട്? നിന്നെയും കൂട്ടി ഞാൻ എൻ്റെ വീട്ടിൽ പോകും. ഓഹോ, അതിനൊക്കെ നിങ്ങളോടൊപ്പം ഞാൻ വരും. പക്ഷെ ആദ്യം നിങ്ങൾ എൻ്റെ അമ്മയോടും അമ്മായിയോടും ഈ കാര്യം പറയണം എന്ന് പറയണേ. നിങ്ങളെന്താ ചിരിക്കുന്നത്? എൻ്റെ അമ്മയോടും അമ്മായിയോടും നിങ്ങൾ കാര്യം ബോധിപ്പിക്കാതെ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്ന പ്രശ്നമില്ല. അത് നിനക്ക് വെറുതെ തോന്നുന്നതാ. നീ എന്നോടൊപ്പം വരും ഈ നിമിഷം, ഇപ്പോൾ തന്നെ. ഇല്ല, അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അത് അശ്വിൻ സാറിൻ്റെ അതിര് കടന്ന ആത്മവിശ്വാസം എന്നേ ഞാൻ പറയുള്ളൂ. നിനക്കിന്ന് എൻ്റെ കൂടെ വരാതെ തരമില്ല ശ്രുതികുമാരി. ഇല്ല, ഞാൻ വരില്ല. വന്നില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? എന്നെ പൊക്കിയെടുത്തോണ്ട് പോവോ? നീ വരുന്നില്ലെങ്കിൽ വേണ്ട, ഈ വീട്ടിൽ തന്നെ നിന്നോളൂ. പക്ഷേ നിന്നോടൊപ്പം നിന്റെ ചേച്ചിയും കാണും ഈ വീട്ടിൽ. അത് നിനക്ക് സമ്മതാണോ? നിങ്ങൾ എൻ്റെ ചേച്ചിയുടെ പേര് പറഞ്ഞ് ഇങ്ങനെ വരട്ടൊന്നും വേണ്ട. എൻ്റെ ചേച്ചി സുഖമായിട്ട് സന്തോഷമായിട്ട് ആ വീട്ടിൽ തന്നെ കഴിഞ്ഞോട്ടെ. ആകാശ് സാറേ, എൻ്റെ ചേച്ചിയെ പൊന്നു പോലെയാണ് നോക്കുന്നത്. അത് നിന്റെ തെറ്റിദ്ധാരണയാണ് ശ്രുതികുമാരി. എൻ്റെ അനിയനെ ഞാൻ പറയുന്നതിലപ്പുറം ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ടെൻഷൻ ആവുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യൂ.